നമസ്കാരം. അമേരിക്കൻ വ്യോമസേന ഇപ്പോൾ എത്തി നിൽക്കുന്നത് സൈനിക ശക്തിയും ആഗോളതലത്തിലെ പ്രതിരോധ ശേഷിയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്റീരിയം നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിക് ഗൈഡൻസ് അനുസരിച്ച് രാജ്യം ആവശ്യപ്പെടുന്നത്ര യുദ്ധവിമാനങ്ങൾ കൈവശം വെക്കാൻ അമേരിക്കൻ എയർഫോഴ്സ് ആയ USAFന് സാധിക്കുന്നില്ല. നിലവിലുള്ളതിൽ നിന്നും ഏതാണ്ട് 300ഓളം യുദ്ധവിമാനങ്ങളുടെ കുറവ് അമേരിക്കൻ വ്യോമസേനയുടെ ആഗോള സൈനിക ബാധ്യതകൾ നിറവേറ്റുന്നതിന് വലിയ വെല്ലുവിളിയാകുമെന്നാണ് ബ്രേക്കിംഗ് ഡിഫൻസ് പുറത്തുവിടുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ചൈനയുമായി യുദ്ധം ഉണ്ടായാൽ അമേരിക്കൻ വ്യോമസേനയ്ക്ക് മൊത്തം 1558 കോമ്പാക്ട് കോഡഡ് യുദ്ധവിമാനങ്ങൾ ആവശ്യമാണ്. എന്നാൽ 2026ഓടെ സേവനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1271 യുദ്ധവിമാനങ്ങൾ മാത്രമാണ്. അതായത് ലക്ഷ്യവും യാഥാർത്ഥ്യവും തമ്മിൽ 287 വിമാനങ്ങളുടെ വലിയ ഒരു അന്തരമാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴുള്ള ഈ കുറവ് നികത്താനായി അടുത്ത 10 വർഷത്തിനുള്ളിൽ നൂറുകണക്കിന് പുതിയ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. ആദ്യപടിയായി 2030ന്റെ തുടക്കത്തോടെ 1369 യുദ്ധവിമാനങ്ങൾ എന്ന ഒരു ഇടക്കാല ലക്ഷ്യത്തിലെത്താൻ USAF ശ്രമിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ബ്രേക്കിംഗ് ഡിഫൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഈ ലക്ഷ്യം നേടുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്ന 2 പ്രധാന വിമാനങ്ങളുടെ വലിയ തോതിലുള്ള നിർമ്മാണവും നിർണായകമാണ്. അതിൽ ആദ്യത്തേതാണ് F-35A. ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന ഈ വിമാനം അമേരിക്കൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ അടിത്തറയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിപുലീകരിച്ച സൗകര്യങ്ങൾക്കൊപ്പം ആവശ്യമായ ഫണ്ട് കൂടി ലഭ്യമാക്കാനായാൽ 2030ഓടെ പ്രതിവർഷം 100 F-35A വിമാനങ്ങൾ വരെ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് അമേരിക്കയുടെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ അമേരിക്കയുടെ സാഹചര്യങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. പുതിയ സാങ്കേതിക വിദ്യ നവീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ക്ഷാമം അമേരിക്കയിൽ രൂക്ഷമാണ്. രണ്ടാമത്തേത് F-15EX ആണ്. ബോയിങ് നിർമ്മിക്കുന്ന ഈ വിമാനം 2027ഓടെ പ്രതിവർഷം 24 എണ്ണം വരെ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട്. പക്ഷേ ഫണ്ട് ക്ഷാമം രൂക്ഷമായി നിലനിൽക്കുകയാണ്. നിർമ്മാണ സൗകര്യങ്ങൾക്കായി അധിക ഫണ്ടിംഗ് ലഭിച്ചാൽ ഈ നിരക്ക് പ്രതിവർഷം 36 വിമാനങ്ങളായി വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും പ്രതിസന്ധികൾ തളർന്നിരിക്കുന്ന അമേരിക്കൻ വ്യോമസേനയ്ക്ക് മുന്നിലുള്ള വഴി അത്ര എളുപ്പമൊന്നുമല്ല. ഫണ്ടിംഗ് പരിമിതികളും രാജ്യത്തിന്റെ നിലവിലെ ഉത്പാദന ശേഷിയും ഗുരുതരാവസ്ഥയിലായതിനാൽ അമേരിക്ക നിലവിൽ ആഗ്രഹിക്കുന്ന പുരോഗതിയൊക്കെ വളരെ അകലെയാണ്. തകർച്ചയുടെ പടിവാതിക്കൽ നിൽക്കുന്ന ആയുധ വിപണിയും അമേരിക്കയ്ക്ക് വലിയ ചോദ്യചിഹ്നമായാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടെ തകർച്ച സംഭവിക്കുന്ന അല്ലെങ്കിൽ കടലിൽ പതിക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും വിശ്വാസ്യത നഷ്ടപ്പെടുന്നതും വലിയ പ്രതിസന്ധിയാണ് തീർക്കുന്നത്. അടുത്തിടെ ചൈനീസ് കടലിൽ തകർന്നു വീണ അമേരിക്കൻ വ്യോമസേനാ വിമാനവും ഹെലികോപ്റ്ററും തിരുവനന്തപുരത്ത് കാറ്റും വെയിലും മഴയും കൊണ്ട് ദീർഘകാലം അനാഥപ്രേതം പോലെ കിടക്കേണ്ടി വന്ന F-35 വിമാനവുമെല്ലാം അമേരിക്കയുടെ ആയുധശേഷിയും വലിയ വായിൽ വീമ്പിളക്കാറുള്ള വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്നുണ്ട്. നിലവിൽ അകപ്പെട്ടിരിക്കുന്ന ചുഴിയിൽ നിന്നും പുറത്തു കടക്കുക അമേരിക്കയ്ക്ക് മുന്നിൽ വലിയ ഒരു വെല്ലുവിളിയാണ് തീർക്കുന്നത്. അമേരിക്ക ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്ര കണ്ട് വിയർക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ചൈനയാണ്. തങ്ങളുടെ പ്രാഥമികമായ തന്ത്രപരമായ എതിരാളിയായി കണക്കാക്കുന്ന ചൈനയുമായി ഒരു സംഘർഷമുണ്ടായാൽ അമേരിക്കയുടെ സൈനിക സന്നദ്ധ ഉറപ്പാക്കുക എന്നതാണ് ട്രംപിന്റെ INDSGയുടെ കാതൽ. അമേരിക്കൻ വ്യോമസേനയുടെ ഈ 300ഓളം വിമാനങ്ങളുടെ കുറവ് ഒരു യുദ്ധ സന്നാഹത്തിന്റെ കേവലമായ കണക്കുകൾക്കപ്പുറം നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അമേരിക്കയുടെ പ്രതിരോധ ശേഷി നിലനിർത്തുന്ന രാജ്യം നേരിടുന്ന സമ്മർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച